MBBS പറ്റി പറയുമ്പോൾ കുറച്ചുകൂടെ എല്ലാവർക്കും അറിയാം. ഹോമിയോ അത്ര ലൈക്ക് ഒരാള് ചൂസ് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ പഠിക്കാനുണ്ടാവും, എത്ര ടഫാണ്, ആ ഒരു ഇതിനെ പറ്റി എന്താ നമുക്ക് പറയാം? OP കാണിച്ചു തോടെയാണ് പേഷ്യൻസ് വരാനെ കുറച്ച് എക്സാമിനേഷൻ ഹോൾസാനായിട്ടൊക്കെ കാണിച്ചു തന്നപ്പോ തന്നെ ഓക്കെ ഒരു ഡോക്ടർ എന്നുള്ളൊരു ആ ഒരു ഫീല് കൂടെ വന്നപ്പോ, കാരണം നമ്മൾ ഒബിയസ്ലി നമ്മളൊരു നീറ്റ് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ആണെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നീറ്റ് ബേസ് ചെയ്തിട്ട് ഒരു കുട്ടി BHMS ചൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് എന്താ പറയാൻ പറ്റുമോ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്? പിന്നെ നമ്മളത് പെട്ടെന്ന് BHMS അല്ലെങ്കിൽ ഹോമിയോ എന്ന് പറയുമ്പോൾ ഒരു വെള്ള ഗുളിക, ഈ ഒരു വെള്ള ഗുളികയിലാണല്ലോ ഇത്, എല്ലാ ഗുളികയും ഒരുപോലെ ആണല്ലോ. അപ്പം നമ്മള് നോർമലായിട്ട് ഒരുപാട് വിത്ത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താ? അപ്പൊ ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിന്റെ സെക്കൻഡ് എപ്പിസോഡിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ കൂടെ ഇരിക്കുന്നത് നർമ്മദയാണ്. നർമ്മദ ഗവൺമെന്റ് ഹോമിയോപതിക് മെഡിക്കൽ കോളേജ് കാലിക്കറ്റിലെ തേർഡ് ഇയർ BHMS സ്റ്റുഡന്റ് ആണ്. കുറെ കുട്ടികൾക്ക് നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് BHMS ചൂസ് ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് ഡൗട്ടും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി നർമ്മദയുടെ റിവ്യൂസും അവരുടെ എക്സ്പീരിയൻസും നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നർമ്മദ ഇപ്പൊ ഒരു തേർഡ് ഇയർ BHMS സ്റ്റുഡന്റ് ആണ്. നമ്മളോട് ഫസ്റ്റ് തന്നെ ഞാൻ ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് BHMS നമ്മൾ ചൂസ് ചെയ്തത്? ആക്ച്വലി ഞാൻ BHMS ചൂസ് ചെയ്തതല്ല. ഇപ്പൊ നമുക്ക് അലോട്ട്മെന്റ്സ് വരുമ്പോൾ എന്തായാലും ചേരണം എന്ന് നമുക്ക് ഫസ്റ്റ് വരുമല്ലോ. അപ്പൊ ആ സമയത്ത് എനിക്ക് കിട്ടിയത് ആസ് പെർ ഞാൻ കൊടുത്തത് ഓപ്ഷൻസ് പ്രകാരം ഞാൻ കൊടുത്തത് ഫസ്റ്റ് ആയുർവേദത്തിന് മുമ്പേ ഇതിന്റെ കൊടുത്തിട്ടുണ്ടായി, ഹോമിയോപ്പതി കൊടുത്തിട്ടുണ്ടായി. അപ്പോ കൊടുത്തിട്ട് അങ്ങനെ കിട്ടിയതാണ്. അപ്പൊ ആദ്യം ആക്ച്വലി എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. കിട്ടിയാൽ തന്നെ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. അന്ന് രാത്രിയൊക്കെ ഭയങ്കര വിഷമത്തില് അങ്ങനെ കുഴപ്പമില്ല, അച്ഛൻ സമാധാനിപ്പിക്കുക ചെയ്തതിനോട്. കുഴപ്പമില്ല, നമുക്ക് മാറാം, എന്തായാലും നീ വിഷമിക്കണ്ട, നമുക്ക് മാറാട്ടോ എന്ന് അച്ഛനെ സമാധാനിപ്പിച്ച് വെച്ചേന്. അപ്പൊ അവിടെ പോയപ്പോ തന്നെ എന്റെ കുറച്ച് സീനിയേഴ്സ് ഉണ്ടായിരുന്നു, കുറച്ച് ചേച്ചിമാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരാദ്യം തന്നെ പരിചയപ്പെട്ടു. അവരാണ് എനിക്കെല്ലാം ചെയ്തു തന്നത്. ഇങ്ങനെ അവിടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തെന്നവരായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഒരു ചേച്ചി ഇങ്ങനെ നമുക്ക് ക്രിസ്റ്റ ചേച്ചി ഇങ്ങനെ പറഞ്ഞു തന്നു ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ, ലൈക്ക് വൈബും അങ്ങനത്തെ സാധനങ്ങളും ലൈക്ക് അവിടെ ഉണ്ടാകുന്ന പ്രോഗ്രാംസിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ എനിക്ക് ഓക്കെ കൊള്ളാന്നുള്ളൊരു സാധനം തന്നു. പിന്നെ അവിടെ നമുക്ക് എത്തുമ്പോ ലൈക്ക് അവിടെ എനിക്കും ഇങ്ങനെ OP കാണിച്ചു തന്നു. തോടെയാണ് പേഷ്യൻസ് വരാനെ കുറച്ച് എക്സാമിനേഷൻ ഹോൾസാനായിട്ടൊക്കെ കാണിച്ചു തന്നപ്പോ തന്നെ ഓക്കെ ഒരു ഡോക്ടർ എന്നുള്ളൊരു ആ ഒരു ഫീല് കൂടെ വന്നപ്പോ, കാരണം നമ്മൾ ഒബിയസ്ലി നമ്മളൊരു നീറ്റ് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ആണെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ MBBS കിട്ടിയില്ല വെച്ചെങ്കിൽ അപ്പൊ ഒരു അങ്ങനെ ഡോക്ടർ എന്നുള്ളൊരു ഫീലും, പിന്നെ കോളേജ് അത്യാവശ്യം ഒരു നല്ല വൈബായിട്ട് എനിക്ക് ഫീൽ ചെയ്തപ്പോ തന്നെ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അന്ന് തന്നെ അച്ഛൻ എടുത്ത് പറഞ്ഞു ഓക്കെ അച്ഛൻ ഞാൻ വെച്ചാൽ അച്ഛൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഞാൻ കാര്യം ലൈക്ക് അത്രയും മൂഡ് ഓഫ് ആയി വന്നായിരുന്നു. പക്ഷെ നല്ല ഇഷ്ടമായി. വർക്ക് ചെയ്തിട്ട് അവസാനം ഇങ്ങോട്ട് പെട്ടെന്ന് ചെയ്തപ്പോ ഉണ്ടായൊരു പ്രശ്നമായിരുന്നു. അപ്പൊ ഞാൻ അടുത്ത് നോക്കിയത് എന്താന്ന് വെച്ചാൽ, ഹോമിയോ BHMS നമ്മുടെ കോഴ്സ്, അതിന്റെ ഡ്യൂറേഷൻ, അതില് ഇൻക്ലൂഡ് ചെയ്യുന്ന സബ്ജക്ട്സ് ആണെങ്കിലും അക്കാഡമിക് വൈസ് ആണെങ്കിലും അതിനെ പറ്റി എന്തൊക്കെയാ പഠിക്കാനുള്ളത്. അപ്പൊ ബേസിക്കലി നമുക്ക് MBBS പറ്റി പറയുമ്പോൾ കുറച്ചുകൂടെ എല്ലാവർക്കും അറിയാം. ഹോമിയോ അത്ര ലൈക്ക് ഒരാള് ചൂസ് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ പഠിക്കാനുണ്ടാവും, എത്ര ടഫാണ്, ആ ഒരു ഇതിനെ പറ്റി എന്താ നമുക്ക് പറയാം? ആക്ച്വലി ഹോമിയോ സെയിം ആസ് MBBS 5.5 years ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് സബ്ജക്ട്സും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇപ്പൊ അനാറ്റമി, ഫിസിയോളജി, ഈവൻ നമുക്ക് സർജറി ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്, കമ്മ്യൂണിറ്റി മെഡിസിൻ, പ്രാക്ടീസ് മെഡിസിൻ, അങ്ങനെ കുറെ നമുക്ക് സബ്ജക്ട്സ് ഉണ്ട്. പിന്നെ നമ്മളെ ഫിലോസഫി, നമ്മളെ മെഡിക്കൽ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റാണ്. നമ്മളെ മെഡിസിൻസ് ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ്. പഠിക്കാനുണ്ടെങ്കിൽ അത്യാവശ്യം വാസ്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. എന്ന് വെച്ചിട്ട് ഭയങ്കര എന്താ പറയാ ഹെക്ടിക് ആണ്, ഒബിയസ്ലി ഹെക്ടിക് ആണ്. കാരണം നമ്മൾ സിലബസ് 2022 സ്കീം, ഞാൻ 2022 സ്കീമാണ്. അപ്പൊ 2022 ഇയർ ബാച്ച് 2022 ബാച്ച് തൊട്ട് തന്നെ CBDC തന്നെ പുതിയ സിലബസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അദ്ദേഹം തന്നെ ആക്ച്വലി ബേർഡൻ കുറക്കാനാണ് അത് ചെയ്തത്. പക്ഷെങ്കിൽ കോമ്പിറ്റൻസി അത് ഇത് അങ്ങനെ കുറെ ലോ ബുക്സ് അങ്ങനെ കുറെ സാധനങ്ങൾ വരുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് അത് അത്യാവശ്യം നല്ല ബേർഡൻ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ലാണ്ട് ഇന്റേണലും പീരിയോഡിക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാംസ് വരും 3 months കൂടുമ്പോൾ. അപ്പൊ അങ്ങനെ ഇന്റേണലും അങ്ങനെയൊക്കെ ആയിട്ട് വലിയ തട്ടിമുട്ടിയും ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റും. എന്ന് വെച്ചിട്ട് ഒരിക്കലും ഭയങ്കര നീറ്റ് നമുക്ക് ആ 1 year ത്രൂ ഔട്ട് ആ ഒരു സ്ട്രെസ് ഉണ്ടാവുമല്ലോ. കാരണം നമുക്ക് അത്രയും
നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ഫോണൊന്നും ഇല്ല, ബുക്സ് മാത്രം, നമ്മൾ ബുക്സ് മാത്രമായിട്ടുള്ള. പക്ഷെ ഇതങ്ങനെയല്ല, എക്സാമിന്റെ സമയത്ത് മാത്രമേ ആ ഒരു സ്ട്രെസ്, അത് നല്ലപോലെ സ്ട്രെസ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും പാസ് ആവണല്ലോ. കാരണം കോളേജ് വരെ നമുക്ക് നമ്മളെ കാര്യം തന്നെ നമ്മൾ നോക്കി പോണല്ലോ. ആരും ഇല്ല, നമ്മൾ തന്നെ നമ്മളെ കാര്യം നോക്കി നമ്മൾ തന്നെ പഠിച്ചു പോണല്ലോ. അപ്പോ അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാകും. അത് ലാസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന്റെ സമയത്ത് ഉണ്ടാവും. ഇപ്പം കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലാണ്. നമ്മുടെ ഒപ്പീനിയൻ കോളേജിനെ പറ്റി എന്താ പറയാനുള്ളത്? കോളേജിനെ കുറിച്ച് ആക്ച്വലി നമ്മള് കേരളത്തിലെ ടോട്ടൽ 5 ഹോമിയോ കോളേജസ് ആണുള്ളത്. ഗവൺമെന്റില് കാലിക്കറ്റിലും ട്രിവാൻഡ്രത്തും, പിന്നെ മൂന്നെണ്ണുള്ളത് ട്രിവാൻഡ്രത്ത് തന്നെ SVR ശ്രീ വിദ്യാധിരാജ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ANSS കോട്ടയം, പിന്നെ പടിയാർ മെമ്മോറിയൽ എറണാകുളം. അങ്ങനെ 5 ഹോമിയോ കോളേജസ് ആണ്. അപ്പൊ അതില് പറഞ്ഞു വരുമ്പോൾ ആക്ച്വലി മൊത്തത്തില് പറയാ കുറച്ചുകൂടെ ഒരു വൈബ് ഉള്ളത് എന്നുള്ള രീതിയിൽ നമ്മുടെ കോഴിക്കോട് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് ആൾക്കാർ പറയുന്നത്. ഐ മീൻ അവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അത്യാവശ്യമൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അന്വേഷിച്ചിട്ട് ഞാൻ അന്വേഷിച്ചത് ലൈക്കും എങ്ങനെയാണ് അപ്പം ഒബിയസ്ലി എനിക്ക് എന്റെ കോളേജ് നല്ലതാന്നല്ലേ ഞാൻ പറയും. പക്ഷെ അങ്ങനെ പറയേണ്ടതുള്ളത് മൊത്തത്തിൽ അന്വേഷിച്ചപ്പോ അത്യാവശ്യം നല്ലൊരു കോളേജാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മള് ഏത് കോളേജിൽ പോയാലും നമ്മള് വൈബാക്കുന്ന പോലെ ഉണ്ടാവും. നമ്മൾ ഒതുങ്ങി നിന്നാൽ നമ്മൾ ഒതുങ്ങി നിൽക്കലേ ഉണ്ടാവും. അപ്പൊ എവിടെ പോയാലും നമ്മൾ എങ്ങനെ നിൽക്കുന്നോ, നമ്മൾ അത്യാവശ്യം ആക്റ്റീവായി എല്ലാ പ്രോഗ്രാമിലും ഇറങ്ങി നമ്മളായി വൈബാക്കുകയാണെങ്കിൽ വൈബായി പോകും. അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങി പോയാല് ഒബിയസ്ലി ഒരു ഒതുങ്ങിയായിരിക്കും ഉണ്ടാവുക. അപ്പൊ വൈബൊക്കെ ആക്ച്വലി നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണെന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത്. പ്രോഗ്രാംസിനെ കുറിച്ച് എങ്ങനെയാണെന്ന് വെച്ചാല് അത്യാവശ്യം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ഇടുമ്പോൾ പുറമേയുള്ള എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കും വൈബാണ്. ആക്ച്വലി അങ്ങനെ ഭയങ്കര വൈബ് അല്ല, പക്ഷെ അത്യാവശ്യം നമ്മൾ വൈബാക്കിയ വൈബാണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ആണല്ലോ. പക്ഷെ അത്യാവശ്യം വൈബാക്കാൻ നോക്കും. പിന്നെ പാർട്ടിസിപ്പേഷന്റെ ഒരു ലൈക്ക് നമ്മൾ കുറച്ച് കുട്ടികളെ ഉണ്ടാവും. കാരണം 63 മാക്സിമം 64 അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് BHMS അല്ലെങ്കിൽ ഹോമിയോ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് മിക്സ് ഉണ്ട് ഇതിന്റെ പുറകെയുണ്ട്. അതായത് ഒന്നാമത് ട്രഡീഷണൽ വേ ഓഫ് മെഡിക്കൽ സയൻസിന്റെ ആണ്. ഇപ്പൊ BHMS പഠിച്ചാൽ തന്നെ ഭാവിയിൽ ഒരു സ്കോപ്പ് ഉണ്ടാവുമോ, അല്ലെ ഇതുകൊണ്ട് ഈ BHMS കോഴ്സ് മാത്രം മതി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്? പിന്നെ നമ്മളിത് പെട്ടെന്ന് BHMS അല്ലെങ്കിൽ ഹോമിയോ എന്ന് പറയുമ്പോൾ ഒരു വെള്ള ഗുളിക, ഈ ഒരു വെള്ള ഗുളികയിലാണല്ലോ ഇത്, എല്ലാ ഗുളികയും ഒരുപോലെ ആണല്ലോ. അപ്പം നമ്മള് നോർമലായിട്ട് ഒരുപാട് വിത്ത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താ? നമ്മള് ഏത് സ്ട്രീം എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ ഹോമിയോ ആയിക്കോട്ടെ, ആയുർവേദ ആയിക്കോട്ടെ, സിദ്ധ ആയിക്കോട്ടെ, ഈവൻ MBBS ആണെങ്കിൽ പോലും ഇപ്പം ഓരോ സ്ട്രീമിനും ഓരോരോ വാല്യൂ ഉണ്ട്. ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഹോമിയോപ്പതിക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് സർജറി ഒന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ഒബിയസ്ലി റെഫർ ചെയ്യാം, ലൈക്ക് അലോപ്പതിക്കോ അങ്ങനെ റെഫർ ചെയ്യാം. അപ്പൊ ഓരോ സ്ട്രീമിനും അതിൻ്റെതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ഓരോ ആൾക്കാരെ എഫക്ട് ചെയ്യുന്ന പോലെ. ഇപ്പൊ എനിക്ക് ഹോമിയോപ്പതിയാണ്, എനിക്ക് ഹോമിയോപ്പതി കംഫർട്ടബിൾ, അല്ലെങ്കിൽ എനിക്ക് ക്യൂർ ആവുന്ന ഹോമിയോപ്പതി കൊണ്ടാണെങ്കിൽ മേ ബി നിനക്ക് അതിനകത്ത് മാറണമെന്നില്ല. അത് ഓരോ ആൾക്കാരെ വെച്ചും ആകാം. പക്ഷെ മോസ്റ്റ്ലി നമ്മളെ മെഡിസിൻ കൊണ്ട് മാറുന്ന കുറെ ഡിസീസസ് ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. ആൻഡ് കുറെ ആൾക്കാർ വന്നിട്ട് റിവ്യൂസും പറയാറുണ്ട്. നമ്മുടെ കോളേജിൽ ഹോസ്പിറ്റൽസ് നമുക്ക് ടീച്ചേഴ്സിനോടൊക്കെ പറയുന്നവരുണ്ട്. പിന്നെ ഈ വെള്ള ഗുളികയിൽ ഇങ്ങനെ അങ്ങനെ നിങ്ങൾ എല്ലാ വെള്ള ഗുളികയല്ലേ കൊടുക്കുന്നത് പറയുന്നത്. ആക്ച്വലി കൊടുക്കുന്ന മെഡിസിൻ ഡിസീസിനല്ല നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. ഇപ്പൊ എനിക്കും സ്വാതിക്കും പനി വന്ന് വെച്ചാല് ഇപ്പം എനിക്ക് തരുന്ന മെഡിസിനും സ്വാതിക്ക് തരുന്ന മെഡിസിനും ഡിഫറെന്റ് ആയിരിക്കും. കാരണം എന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, എനിക്ക് വരുന്ന ഫീവറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെന്റ് ആയിരിക്കും, സിംറ്റംസ് ഡിഫറെന്റ് ആയിരിക്കും, സ്വാതിക്ക് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് കവർ ചെയ്യണമെന്നാണെങ്കിൽ ലൈക്ക് ഭയങ്കര ഷിവറിങ്ങും കവറിങ്ങും വേണമെങ്കിൽ സ്വാതിക്ക് മേ ബി അത് വേണ്ടി വരില്ല. അപ്പം അതൊരു ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ്. അപ്പൊ നമുക്ക് അതിന് ഡിഫറെന്റ് റെമഡീസാ. അപ്പൊ നമുക്കൊരു ഇപ്പൊ പനിക്ക് ഈ മരുന്ന്, ജലദോഷത്തിന് ഈ മരുന്ന്, അല്ലെങ്കിൽ ഓഫ്കോഴ്സ് അതെ ഡിഫറെന്റ് ആണ്. കാരണം എല്ലാത്തും നമുക്ക് എല്ലാം ഒരു മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ആക്ച്വലി ക്രിട്ടിസൈസ് ചെയ്യുന്നവർ അങ്ങനെ ഒബിയസ്ലി അങ്ങനെ പറയും. പക്ഷെ ആക്ച്വലി നമ്മൾ ഡിസീസിനല്ല കൊടുക്കുന്നത്, നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ക്രോണിക് കേസസ് ഒക്കെ ആണെങ്കിൽ 6 months കൂടുതലുള്ള ക്രോണിക് കേസസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വൈസാ കൊടുക്കുക. ലൈക്ക് നമുക്കൊരു മെന്റൽ ജനറൽ പോലും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ലൊക്കേഷൻ അധികം സംസാരിക്കുന്ന ആള്, പിന്നെ
അധികം പുറത്തു പോകാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ, ക്രൗഡ് പേടിയുള്ള ആൾക്കാർ, അതുവരെ നമുക്കൊരു സിംറ്റമാണ്. ആ ഒരു അസുഖം അല്ലാതെ അയാളുടെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സും ബിഹേവിയറും ഒക്കെ കൺസിഡർ ചെയ്താണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ആണ്, അങ്ങനെയാണ് നമ്മളിപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ ഹോമിയോപ്പതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരു ഡിസീസ് സ്പെസിഫിക് മെഡിസിൻസും ഉണ്ട്. പക്ഷെ ഈവൻ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഡിസീസിന് പ്രത്യേകിച്ച് കഫാണെങ്കിൽ ഈ മരുന്ന്, ജലദോഷാണെങ്കിൽ ഈ മരുന്ന്, കാലുവേദനയ്ക്ക് ഈ മരുന്ന്, അങ്ങനെയല്ല നമ്മൾ കൊടുക്കുക. അപ്പോ ഓരോന്നിനും ഡിഫറെന്റ് മെഡിസിൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരെ അറിഞ്ഞ് സ്പെസിഫിക് ആയിട്ട് കൊടുക്കും. അതെ അതെ, ആൾക്കാരായിട്ട് ഇപ്പം സ്വാതി ഇപ്പം എന്റെ ഇപ്പം ഞാനൊരു ഡോക്ടറായി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വാതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് സ്വാതി ഇങ്ങനെയാണോ അപ്പൊ അതിന് പറ്റിയ മെഡിസിൻ ആയിരിക്കും ഞാൻ അങ്ങനെയാണ് ഞാൻ ആക്ച്വലി പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. അലർജിക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത് നമ്മൾ ഹോമിയോപ്പതിക്ക് തന്നെയാണ്. നമുക്കിപ്പം എന്റെ കോളേജിലാണെങ്കിൽ ഇപ്പം അവിടെ കുറെ ടീച്ചേഴ്സ് ഉണ്ട്. എന്റെ അമ്മക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടായ മൂത്തിന്. അപ്പം ഡോക്ടർ നമുക്ക് മഞ്ജു സാറിനെ കാണിച്ചിട്ടുണ്ടായി. സാറ് മെഡിസിൻ കൊടുത്ത അമ്മ അതുവരെ അലോപ്പതി ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്, ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. പക്ഷെ നമുക്ക് നമ്മൾ മെഡിസിൻ എടുത്തപ്പോ നമുക്ക് നല്ല മാറ്റമുണ്ട്. ലൈക്ക് ഞാനത് കാണാനുണ്ട്, അമ്മ എന്നോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് വിറ്റ്നസ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ അലർജിക് ആണെങ്കിലും കുറെ ആൾക്കാർ മാറി, 10 വർഷത്തിനൊക്കെ ശേഷം മാറി എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്. പിന്നെ ഇൻഫെർട്ടിലിറ്റി കേസസ് ഒരുപാട് വരുന്നുണ്ട്. ഡോക്ടർ റാഷിദ് സാർ എന്ന് പറഞ്ഞ സാറുണ്ട് നമുക്കവിടെ. അപ്പൊ സാറിനൊക്കെ ഒരുപാട് അങ്ങനെ ഇൻഫെർട്ടിലിറ്റി കേസസ്, പിന്നെ അങ്ങനെ ഒരുപാട് ഗൈനക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള PMOS അങ്ങനെ ഒരുപാട് കേസസ് വരുന്നുണ്ട്. ആൻഡ് ക്യൂർ ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് നമുക്ക്. അപ്പോ സ്കോപ്പ് ഇല്ല, അല്ലെങ്കിൽ വെള്ളഗുളിക മാത്രം കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ ക്രിറ്റിസിസത്തിനോട് അങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങനെ യോജിക്കാൻ പറ്റുമല്ലോ. എന്താണെങ്കിലും അതിന്റെ ഫുൾ ആയിട്ട് അറിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ അല്ലാണ്ട് ഇപ്പം നമുക്ക് ഒരിക്കലും അലോപ്പതിനെയോ മറ്റുള്ള സ്ട്രെയിൻസും നമുക്കും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ റെഫർ ചെയ്യും സർജറി, നമുക്ക് ഒരിക്കലും സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പം സർജിക്കൽ ആയിട്ടുള്ളതാണെങ്കിൽ ലൈക്ക് ഗ്രേഡ് കൂടിയ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അല്ല ഡിസീസ് കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒബിയസ്ലി റെഫർ ചെയ്യാം. നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോന്നിന്റേതായ ലൈക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പൊ അടുത്തായിട്ട് ഇപ്പൊ ഒരു കുട്ടി, ഇപ്പം നമുക്കറിയാലോ, ഇപ്പൊ കൗൺസിലിംഗ് ഒക്കെ നടക്കാൻ പോവാണ് നീറ്റ് ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നീറ്റ് ബേസ് ചെയ്തിട്ട് ഒരു കുട്ടി BHMS ചൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് എന്താ പറയാൻ പറ്റുമോ ഈ കോഴ്സിന്റെ? ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ആക്ച്വലി അതില് നല്ലൊരു കാര്യമാണ്. കാരണം BHMSന് ഒരുപാട് ക്രിറ്റിസിസംസ് വരുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വെള്ളഗുളിക അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒബിയസ്ലി വന്നോട്ടെ. പിന്നെ എന്താ വെച്ചാല് പുറമേ ഉള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കണ്ട. ലൈക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പൊ എന്ത് പറയുന്നതാണെങ്കിൽ പോലും ഇപ്പം കേൾക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ച് മാത്രമേ അവർക്ക് അറിയുണ്ടാവും. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് കുട്ടിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടും. ഞാനൊക്കെ അത് ഹോമിയോപ്പതിയിലേക്ക് വന്ന് BHMS സ്ട്രീമിലേക്ക് വന്നു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ പുറമേ ഉള്ളതൊന്നും വിശ്വസിക്കാതെ കയറി കഴിഞ്ഞിട്ട് എങ്ങനെയുള്ളത് നോക്കാം. ഒരു ലൈക്ക് ഡോക്ടർ ആവാൻ ഇഷ്ടമുള്ള ലൈക്ക് നല്ല ഇഷ്ടത്തോടെ വരുന്ന ഒരു കുട്ടിയാണ് ഒബിയസ്ലി ഹോമിയോപ്പതി ഇഷ്ടപ്പെടും. സ്കോപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പൊ ഏത് സ്ട്രീം ഇപ്പം ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോ നമുക്കിപ്പം PSC എഴുതിയിട്ട് NAM വഴി PSC എഴുതിയിട്ട് മെഡിക്കൽ ഓഫീസർ ആയിട്ട് കയറാം. പിന്നെ നമുക്ക് PG ഉണ്ട്, MD എടുക്കാം. 3 years ഓഫ് PG ആണ്. അത് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ്. പിന്നെ പ്രൊഫസർ, ലെക്ചറർ, അങ്ങനെ പ്രൊഫസർ എന്നുള്ള അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ട് കയറാൻ PSC എക്സാംസ് ഉണ്ട്. പിന്നെ പ്രാക്ടീസ് ചെയ്യാം, പ്രൈവറ്റ്ലി പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഈ സ്കോപ്പ് ഒക്കെ വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം ഇപ്പം എന്റെ സീനിയേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പറഞ്ഞെടുത്തോളം ഞാൻ കണ്ടെടുത്തോളം എങ്ങനെയാ വെച്ചാൽ ഏത് സ്ട്രീം ആണെങ്കിലും നമുക്ക് സ്ട്രഗിൾസും ഉണ്ടാകും, സ്കോപ്സും ഉണ്ടാകും. പിന്നെ ഞാൻ വെറ്റിനറി പോവാന്ന് വിചാരിച്ചിരുന്നു. വെറ്റിനറി ഇഷ്ടണ്ടായിട്ടൊന്നല്ല, പക്ഷെ എങ്കിലും അത്യാവശ്യം നല്ല സ്കോപ്പാണ് വെറ്റിനറിക്ക് എന്ന് പറഞ്ഞിട്ട് വെറ്റിനറി പോവാന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഹോമിയോ കിട്ടി. അങ്ങനെ പോയപ്പോ ലൈക്ക് ഇപ്പൊ ഞാൻ കറന്റ് പറയുകയാണെങ്കിൽ ആക്ച്വലി ഐ എം പ്രൗഡ് ഹോമിയോപ്പത്ത് ആക്ച്വലി. കാരണം സാറ്റിസ്ഫൈഡ്. കാരണം നമ്മളിപ്പോ പുറമേയുള്ള ആൾക്കാർ എത്ര ക്രിട്ടിസൈസ് ചെയ്താലും ആക്ച്വലി ഹോമിയോപ്പതി എന്നുള്ള അതിന്റെ ആ ഒരു ഡെപ്തും അത് അറിഞ്ഞ ഒരിക്കലും ആൾക്കാര് അത് മോശം ഒരിക്കലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ് ഈ ഒരു കോഴ്സ്, ഈ ഒരു സ്ട്രീമിലേക്ക് വന്നത്.